ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുതിയ യാത്ര. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ വാർത്ത കേട്ടില്ലേ, കമ്പംമെട്ട് മൂങ്കിപ്പള്ളം സ്ഥലത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഭൂമിയുടെ അറ്റത്തിരിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ ഒന്ന് കാണാൻ പോകാം. പക്ഷേ റോഡൊക്കെ ഇച്ചിരി ദുർഘടമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പംമെട്ടിൽ നിന്ന് വഴി കാണിക്കാം കേട്ടോ. കമ്പംമെട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് മൂങ്കിപ്പള്ളം എന്ന സ്ഥലത്ത് നിന്ന് കമ്പംമെട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് കയറി വന്ന ഒരു റോഡാണ്. ഇത് 50 ഏക്കറിനാണ് ഈ സ്ഥലം പറയുന്നത് കേട്ടോ. റോഡ് ഉണ്ടോ കേട്ടോ, അത്യാവശ്യം കല്ലൊക്കെ പാകിയിട്ടുണ്ട്. എന്നാലും അത്ര വലിയൊരു സെറ്റപ്പ് റോഡല്ല കേട്ടോ. ഓഫ് റോഡ് വണ്ടികളൊക്കെ അവരെന്ന് കാണിച്ചാണ് നല്ലത്. വണ്ടി വരും, നമുക്ക് സ്ഥലമൊന്ന് തപ്പി നോക്കാം. കാർഷിക മേഖല കേട്ടോ, വാഴ, ഏലം, വയലൊക്കെയാണ്, പക്ഷെ കൃഷിയൊന്നുമില്ല. പാവലുണ്ട്, പടവലം, അങ്ങനെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. വഴിയിൽ അതിമനോഹരമായതും ഭയങ്കര ഭീമാകാരനുമായ ഒരു കുളമുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഈ കുളത്തിന്റെ സൈഡിൽ കൂടെ വഴി പറഞ്ഞേ. ഇനി ഇത് ഉണ്ടോ, ഇതാണ് വഴി കേട്ടോ. ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്, റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കയറി നോക്കാം. കയറി നോക്കി പോകാൻ പറ്റുന്ന സ്ഥലമാണ്, നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ഇതൊരു വഴിയാണ്, നമുക്കൊന്ന് നടന്നു നോക്കാം. കുറച്ച് മേലോട്ട് നടന്നു നോക്കാം. ഇവിടെ ചെറിയ വാച്ച് ടവർ പോലെ എന്തൊക്കെയോ പണിത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല കേട്ടോ. നല്ല മനോഹരമായ വഴി കേട്ടോ. സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ റിസോർട്ട് കഴിഞ്ഞ് ഇവരുടെ മതിലൊക്കെ കഴിഞ്ഞ് ഇവിടെ കമ്പിവേലിയൊക്കെ വലിച്ചിട്ടുണ്ട്. കമ്പിവേലിയൊക്കെ ഇപ്പുറത്ത് ഇറക്കണം. ആ സംഭവം നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഈ സംഭവം പറഞ്ഞൊക്കെ കറക്റ്റാ കേട്ടോ. കാരണം വെച്ചാൽ വഴി എന്ന് പറഞ്ഞ സാധനമില്ല. ഇത് ഇവിടുന്ന് താഴോട്ട് പോയതുമാണ് കേട്ടോ. നേരെ താഴെ കുഴിയാ. ആ ഫോൺ താട്ട് വെച്ച് കണ്ടല്ലോ, ഇതേ തീർന്ന്. ഒരു പച്ച പ്ലാസ്റ്റിക് കാണുന്നതിനും കഴിഞ്ഞാൽ തീർന്നു. അവിടെ നേരെ കുഴിയാണ്. താഴത്തെ മരത്തിന് മണ്ട അത്ര കാണത്തുള്ളൂ. പക്ഷെ ഇത് നിലവിൽ ഇവിടെ ഉള്ള അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങനെ വരുന്ന സ്ഥലങ്ങളൊന്നും അല്ല, മൊത്തം കാട് പിടിച്ച് അവിടെ കിടക്കുന്നത്. ഇത് ശരിക്കും വരുവാണെന്നുണ്ടെങ്കിൽ കുമളി കമ്പംമെട്ട് റൂട്ടിൽ വന്നിട്ട് മൂങ്കിപ്പള്ളം എന്ന സ്ഥലം ചോദിക്കാം. മൂങ്കിപ്പള്ളം എന്ന സ്ഥലത്തുനിന്ന് ഒരു 50 ഏക്കർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് കേട്ടോ. അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നമ്മൾ ആ വണ്ടി നിർത്തിയെടുത്ത് 2-3 ഹോം സ്റ്റേകളൊക്കെ പണിതിട്ടുണ്ട്, പക്ഷെ അവിടെ ആരും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇതിനു മുമ്പ് ഒരാൾ പരിചയപ്പെടുത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ സ്ഥലമാണെന്ന് പറഞ്ഞു. സംഭവം ശരിയാട്ടോ. കാരണം പൂച്ചെടിക്കാരനകത്തൂടെ കയറി അവിടെ ഒരു മുള്ളുകമ്പി മാത്രം വളച്ചു വെച്ചിട്ടുണ്ട് ഒരു വഴിക്ക്. അവിടെ വരുമ്പോൾ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു കൊച്ചു മുള്ളുവേലിക്ക് അതൊരു കുഞ്ഞു വഴിയുണ്ട്. ആ വഴി കൂടെ കടന്നു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ രീതിയിൽ തമിഴ്നാട് കാണാവുന്നൊരു സ്ഥലം, ഇത്രയും അടുത്ത് കാണാവുന്നൊരു സ്ഥലം വേറെ ഇല്ല കേട്ടോ. ഈ വഴി കണ്ടോ, അത് ഇത്രയും ദൂരമുള്ളൂ കേട്ടോ ഇറങ്ങി വരാൻ. ഒരു കൂടി പോയി കഴിഞ്ഞാൽ എന്തോ പറയുന്നേ, ഒരു 5-6 മീറ്റർ ഇറങ്ങി വരാനുള്ളൂ ആ വേലി കഴിഞ്ഞ്. നമ്മൾ തിരിച്ചു കയറുക കേട്ടോ. തിരിച്ചു കയറുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, വളരെ സൂക്ഷിച്ചാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ക്യാമറയിലെല്ലാം കമ്പും കോലും ഒക്കെ കുത്തി കയറി കേട്ടോ. ഇതിനകത്ത് കുനിഞ്ഞ് അകത്ത് കയറിയേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. വളരെ ശ്രദ്ധിച്ചോണം. കണ്ണിലൊന്നും കമ്പൊന്നും കൊണ്ട് കയറില്ല, നിറച്ച് പൂച്ചെടിയാണ്. വേണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. വരുന്ന അത് കഴിഞ്ഞാൽ പിന്നെ നേരെ തൊട്ടടുത്ത് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭൂമിയുടെ അറ്റം തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ഭൂമിയുടെ അറ്റം തന്നെയാണ്. ചെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സംഭവം എല്ലാം തീർന്നു. താഴെ വലിയൊരു സമതലമായിട്ട് ഇവരിത് വാച്ച് ടവർ ഒരെണ്ണം പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കാം. വാച്ച് ടവറേ, പക്ഷേ ഒരു വാച്ച് ടവർ ഒരു കുഴപ്പമില്ല. വാച്ച് ടവർ ഇച്ചിരി പൊക്കം വേണം. കാരണം വെച്ചാൽ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇറങ്ങി എന്നിടത്തെ മരങ്ങളൊക്കെ കാണത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടല്ലോ, വരുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് കയറി കാണാനും പിന്നെ ആരും വരാത്ത ഒരു സ്ഥലം. ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം കണ്ടിട്ട് ഞങ്ങളിനി ചെല്ലാർകോവിലിന് പോവാം. ചെല്ലാർകോവിലിൽ നമുക്കൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അതായത് കുരുവിക്കാട്ട് പാറ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം